നമ്മളൊരു വേണ്ടപ്പെട്ട വ്യക്തി വരുന്നുണ്ട്. ഞാന് ശരിക്കും 12-ാം തീയതി ഇവിടുന്ന് കണ്ണൂരിന്ന് വിട്ടതാ. 13-ാം തീയതി എനിക്ക് തിരുവനന്തപുരം ഭാരത് സേവക് സമാജിന്റെ അവാർഡ്, നാഷണൽ അവാർഡ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് അവിടെ നിന്ന് പിറ്റേന്ന് 14-ാം തീയതി ഫ്രീ ആയതുകൊണ്ട് 15-ന് ഒരു അവാർഡ് ഉണ്ട് തിരുവനന്തപുരം. അതുകൊണ്ട് 14 പോയി വരണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് അവിടെ തെരുവിൽ കഴിയുന്നവർക്കൊക്കെ ഈ ഓണക്കോടി കൊടുത്ത് എൻ്റെ കൂടെ ഒരു ആക്ടർ ഉണ്ടായിരുന്നു, ഞാനും ആക്ടറും, പിന്നെ ഈ ഒരു അവിടെയുള്ള ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയുണ്ട്, അജു അജു എന്ന് പറയും. അവരെ വിളിച്ചപ്പോ പറഞ്ഞ ആ പ്രിയാന്ന് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവർ സൗകര്യം ചെയ്തതാണ്. ആ ഭാഗത്തൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഒരുപാട് സങ്കടം. ഞാൻ ഇങ്ങനെ കൊടുത്തു വരുന്ന ടൈം ഒരാൾ ഇങ്ങനെ കിടക്കുന്നു, പ്രായമുള്ള അവർക്ക് ഇങ്ങനെ ആ പൊതി കൊടുക്കുമ്പോ അടുത്തുള്ള ആളറിന് അദ്ദേഹം മരിച്ചിരുന്നു. വല്ലാതെ വേദനിച്ചു പോയി. അതിന്റെ പിറ്റേന്ന് എനിക്ക് 50 ഫ്രീഡത്തിൽ അവാർഡ് ഉണ്ടായിരുന്നു ആഗസ്റ്റ് 5. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വരുന്നത് പത്തനംതിട്ട അടൂരാണ്. അത് മുക്തി ചാരിറ്റബിൾ ട്രസ്റ്റ്, നമ്മൾ അതിലെല്ലോ കാരുണ്യപ്രവർത്തനം ചെയ്ത് കൊടുക്കാറുണ്ട്. അവരെ വക ഒരു അവാർഡ് ഉണ്ടായിരുന്നു 16. 17 നേരെ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മളെ സ്നേഹ കാരുണ്യത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഞാൻ പങ്കെടുത്ത്. അത് അവിടെ നിന്ന് ഞാൻ പിന്നെയും പോകുന്നത് മലപ്പുറം. ഇന്ന് മലപ്പുറം 2 പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാല് വാത്സല്യം വാട്സാപ്പ് കൂട്ടായ്മന്റെ ഒരു സ്വീകരണം. അതും കഴിഞ്ഞ് വരുന്നതാണ്. ടോട്ടലി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ 12-ാം തീയതി ഇന്നത്തെ 19 8 ദിവസം 7 ദിവസം ഇങ്ങനെ യാത്ര പിടിച്ചുപോയി. ഇനി അത് മാത്രല്ല, ഇനിയിപ്പോ 22-ാം തീയതി പരിപാടി ഉണ്ട്. 23-ാം തീയതി നമ്മളെ കണ്ണൂർ കുറുവ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്. 23 അത് വേറെ. 23 അതിന് 2 പരിപാടിയാണ്.